നമ്മളെ വയനാട്ടിലെ ഉരുൾപൊട്ടിയ ചൂരൽമലയും അതോടനുബന്ധിച്ചുണ്ടാക്കിയ ഈ ബേലി പാലം ആരും കാണാത്തവരായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടൊന്ന് വരണം, ഇതൊക്കെ ഒന്ന് കാണണം, ബേലി പാലത്തിന്റെ മുകളിലൊന്ന് പോകണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അതിന്റെ സാഹചര്യത്തിൽ ഒരു ഒത്തു വന്നിട്ടില്ല. അങ്ങനെ കൽപ്പറ്റയ്ക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൽപ്പറ്റയിൽ വന്നു. അന്ന് നമുക്ക് പിന്നെ അതൊന്നും കാണാതെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ ചൂരൽമലയിലെത്തി. അതിന്റെ പോലീസുകാരുണ്ട്. പോലീസുകാരെ പറഞ്ഞു അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് നടന്നു പോയിക്കളി പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ സുഖമില്ലായ്മ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് നടക്കാനൊന്നും പറ്റൂല, അപ്പോൾ ഞങ്ങൾ കുറേ ദൂരത്തുനിന്ന് വരികയാണ്, അത് കയറ്റി കൊണ്ടു പറഞ്ഞു. അത് കേട്ട് പോയി അയാൾ നല്ല അനുസരണം. പാലസിന്റെ അപ്പുറം പോയിട്ട് അധികം നിൽക്കേണ്ട, കുറച്ച് നേരം നിന്ന് ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു. ഇവിടെ അത് അനുസരിച്ച് വേലിപ്പാലത്തിന് മുകളിൽ വണ്ടി കൊണ്ട് കയറി. വേലിപ്പാലം ഒക്കെ ഉണ്ടാക്കിയത് നമ്മൾ നേരം വെളുപ്പോളം വാർഷിയിൽ അത് ഉണ്ടാക്കുന്നതും ആ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണല്ലോ. ഇന്നിവിടെ വന്നപ്പോൾ അന്ന് കണ്ട അങ്ങനത്തെ ഒരു ഭൂമിയേ അല്ലത്, ഇത് വേറെ ലെവലിലേക്ക് മാറിയിട്ട് ദുരന്തമുണ്ടായ ആ കാണുന്ന ആ ഭാഗത്തേക്കൊന്നും ആരും പ്രവേശിപ്പിക്കണില്ല. നമുക്ക് ഈ പാലത്തിന്റെ ഇവിടെ വന്നിട്ട് എങ്ങനെ വീക്ഷിച്ച് മഴ സൂട്ട് ചെയ്യേണ്ടവരൊക്കെ സൂട്ട് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോകണമെന്നാണ്. അപ്പോൾ അധികം നേരം ഒന്നും നിന്നിട്ടില്ല. എന്നാലും ഇവിടെ ഇഷ്ടംപോലെ സന്ദർശകരുണ്ട് ഇപ്പോഴും, ഒരുപാട് ആളുകൾ. നമ്മളിപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് പോരുമ്പോൾ എപ്പോഴും ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പോലും ഇവിടെ എത്തുന്നതോട് കൂടിയാണ് വാഹനങ്ങളൊക്കെ വീട്ട നിരക്ക് തന്നെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. എന്തായാലും ആദ്യമായിട്ട് വേലിപ്പാലം കണ്ടു, അതിന്റെ മുകളിലൂടെ സഞ്ചരിച്ച് ദുരന്ത ഭൂമി കണ്ടു. പക്ഷെ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആർക്കും എവിടെയും നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മടക്കത്തിലാണ് മടങ്ങി. ഇവിടെ മരിച്ച ആളുകളുടെ ഫോട്ടോ ആണിത്. ഈ കാണുന്നതൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം.